ദുരിതവുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പണം പിരിച്ചിട്ട് വീട് നൽകിയില്ല എന്നത് ഇന്നലെ ക്യാമ്പിലൊക്കെ വലിയ പ്രശ്നമായിരുന്നു. അതിനകത്ത് പാർട്ടി ഒരു ഇടപെടൽ വല്ലതും നടത്തുമോ? അങ്ങനെ ഒരു വിശ്വാസം ഞാൻ പറഞ്ഞു. അതിന്റെ യാഥാർത്ഥ്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നല്ലേ. ഉള്ള പൈസ മുഴുവൻ സർക്കാരിലേക്ക് കൊടുക്കാനേ പറ്റൂ. ഡിവൈഎഫ്ഐക്ക് പറ്റുമായിരിക്കും. നൂതനേതിഹാസ മധുര സമര രംഗഭൂമിയിൽ നിന്നുയർന്ന പൂക്കളെ, നൂതനാശയങ്ങളെ, ലാൽ സലാം ലാൽ സലാം ലാൽ സലാം സഖാക്കൾ. 1991 കെ കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് അന്ന് പ്രളയക്കെടുതി കാരണം ദുരിതമനുഭവിക്കുന്ന ജനങ്ങളെ സഹായിക്കുവാൻ ഡിവൈഎഫ്ഐ സംസ്ഥാന വ്യാപകമായി പണം ശേഖരിച്ചു. ഈ തുക അന്നത്തെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറുന്ന ചിത്രമാണിത്. അന്നത്തെ ഡിവൈഎഫ്ഐ ഭാരവാഹികളായ എസ് ശർമ്മ, കടകംപള്ളി സുരേന്ദ്രൻ, മുത്തു എന്നിവരാണ് ചിത്രത്തിലുള്ളത്. ഈ ചിത്രത്തിനു പിന്നിൽ ഒരു ഉപകഥ കൂടിയുണ്ട്. അന്ന് മുഖ്യമന്ത്രിയുടെ തിരക്ക് കാരണം ആദ്യം കെ കരുണാകരനെ കാണാനാകാതെ നേതാക്കൾ സെക്രട്ടേറിയറ്റിൽ നിന്ന് മടങ്ങി. ഇതറിഞ്ഞ കരുണാകരൻ ഡിവൈഎഫ്ഐ ഓഫീസിലേക്ക് സർക്കാർ വാഹനം അയച്ച് നേതാക്കളെ വിളിച്ചു വരുത്തി. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തിയ നേതാക്കളെ കരുണാകരൻ എണീറ്റുനിന്ന് സ്വീകരിച്ചു. സംഭാവന സ്വീകരിച്ച ശേഷം ഡിവൈഎഫ്ഐ നേതാക്കൾക്ക് കേരളത്തിലെ മുഖ്യമന്ത്രിയെ കാണുവാൻ മുൻകൂർ അനുമതി ആവശ്യമില്ല എന്നും കേരളം ഒരു വലിയ പ്രതിസന്ധി തരണം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ സർക്കാരിനൊപ്പം സേവന സന്നദ്ധരായി അണിനിരന്നവരാണ് നിങ്ങളെന്നും ആ മഹത്വമുള്ളവർക്ക് ഈ വാതിൽ തുറന്ന് എപ്പോൾ വേണമെങ്കിലും കടന്നു വരാമെന്നും മറുപടി നൽകിയാണ് കരുണാകരൻ മടക്കിയയച്ചത്. ഇന്ന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകേണ്ടതില്ലെന്ന കെ സുധാകരന്റെ നിലപാടിനുള്ള മറുപടി കൂടിയാണത്. ഉള്ള പൈസ മുഴുവൻ സർക്കാരിലേക്ക് കൊടുക്കാനേ പറ്റൂ. ഡിവൈഎഫ്ഐക്ക് പറ്റുമായിരിക്കും. 100 വീട് ഡിവൈഎഫ്ഐ കൊടുക്കാൻ പോവുക. 100 വീട് കേട്ടോ ഉല്ലാസേ, ഇവിടെ യുവമോർച്ച ഉണ്ടല്ലോ ഇവിടെ 100 വീട് ഡിവൈഎഫ്ഐ കൊടുക്കാൻ പോവുക. യൂത്ത് കോൺഗ്രസ് ഒരു ഇൻഡിപെൻഡന്റ് യുവജന സംഘടനയല്ലേ, അവർക്ക് അവരുടെ തീരുമാനങ്ങൾ ഉണ്ടാവില്ലേ. എന്നിട്ട് പിന്നീട് എന്ത് സംഭവിച്ചു? മാതാപിതാക്കളെ നഷ്ടമായതിന്റെ പേരിൽ ഒരു കുട്ടിയുടെയും പഠനം മുടങ്ങുവാൻ യൂത്ത് കോൺഗ്രസ് അനുവദിക്കുകയില്ല. മുഴുവൻ കുട്ടികൾക്കും അവരുടെ ഏത് വിദ്യാഭ്യാസമായാലും, അത് സ്കൂൾ വിദ്യാഭ്യാസം എന്ന പ്രാഥമിക വിദ്യാഭ്യാസം തൊട്ട് അതിനെയും മെഡിക്കൽ വിദ്യാഭ്യാസമാകട്ടെ, ഏത് വിദ്യാഭ്യാസമായാലും ആ വിദ്യാഭ്യാസത്തിന്റെ ചെലവ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി ഏറ്റെടുക്കുകയാണ്. അങ്ങനെ ഈ 3 പ്രഖ്യാപനങ്ങൾ അത് സമയബന്ധിതമായി തന്നെ പൂർത്തീകരിക്കുവാനായിട്ടുള്ള ശ്രമങ്ങളുമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. പക്ഷെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും ആരോട് ഇങ്ങനെയൊന്നും പറയണം സാർ. നാണം പാടണം മനുഷ്യനാണെങ്കിലേ, നാണം പാടം. ഇയാൾക്കൊരു മനുഷ്യനാണോ ഏരപ്പാളി? ഇയാൾക്കൊരു മനുഷ്യനാണോ ഏരപ്പാളി? തമ്മാടിത്തരവും ന്യായീകരിക്കുന്ന കുറെ അണികൾ അതുകൊണ്ട് എന്ത് തോന്നുവാസോ ചെയ്യാം. പണ്ട് ആരാണ്ട് പറഞ്ഞതുപോലെ